എല്ലാവരും പറയുന്നേ പാർട്ണർഷിപ്പ് ബിസിനസ് വർക്കൗട്ട് ആവത്തില്ല എന്നാണ്. ബട്ട് ഐ ഡിസഗ്രി. ഞാൻ അതിൻ്റെ കുറച്ച് റീസൺസ് പറയാം. പാർട്ണർഷിപ്സ് മിക്കപ്പോഴും ഫെയിൽ ആവുന്നത് അതിൻ്റെ സ്ട്രക്ചർ കാരണമല്ല, ഒരൊറ്റ റീസൺ കൊണ്ടാണ്: ഈഗോ. 3 പാർട്ട്നേഴ്സ് ഒരു റൂമിലിരുന്ന് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ഐ ആം ഷുവർ ഒരു 10 സജഷൻസ് എങ്കിലും വരും. ഒരു വിധത്തിൽ അത് നല്ലതാണ്, കാരണം നമുക്ക് ഡിഫറെൻറ്റ് ആംഗിളിൽ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഒരു സജഷൻസ് വരും. ബട്ട് വി ഹാവ് ടു മേക്ക് ഷുവർ ആ മീറ്റിംഗ് കഴിയുമ്പോൾ കമ്പനിക്ക് ഏതാണോ ബെസ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു ഡിസിഷൻ ഫൈനലൈസ് ചെയ്തിരിക്കണം. ആ ഒരു ഡിസിഷൻ ഫൈനലൈസ് ചെയ്യുന്നത് ഒരിക്കലും ഏറ്റവും ഉറച്ച് സംസാരിച്ചയാളുടെയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തയാളുടെയോ ഒരാളുടെ പേഴ്സണൽ ഈഗോ വിജയിക്കാൻ വേണ്ടിയുള്ളതാവരുത് ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു ഈഗോയുടെ പുറത്താണെങ്കിൽ അവിടെയാണ് ഒരു പാർട്ണർഷിപ്പിന്റെ ഫെയിലിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിക്ക പാർട്ണർഷിപ്സും ഫെയിൽ ചെയ്യുന്ന മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഷെയർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്ന് വെച്ച് റിവാർഡ്സും സെയിം ആവണം എന്നില്ല. ലെറ്റ്സ് സേ ഒരാൾ വർക്കിംഗ് പാർട്ണറാണ്, അയാൾ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ആരാണോ എഫേർട്ട് കൂടുതൽ ഇടുന്നത് അവർക്ക് കൂടുതൽ റിവാർഡ് കിട്ടണം. ഒരു പാർട്ണർഷിപ്പിലെ ഫെയർനെസ് എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിലല്ല, ഒരു പ്രപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷനിലാണ്. നിങ്ങളപ്പോൾ ഒറ്റയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ നല്ലൊരു പാർട്ണറെ കണ്ടെത്തൂ. ഈ പാർട്ണർ എന്ന് പറയുന്നത് എപ്പോഴും പേഴ്സണൽ ഈഗോയ്ക്ക് മേളിൽ ആ ഒരു ബിസിനസ്സിന് വാല്യൂ ചെയ്യുന്ന ഒരാളായിരിക്കണം. ഒരാൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും എഫക്റ്റീവാണ് രണ്ടുപേർ ഒരു ടീമായിട്ട് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. So start today itself.